ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കടല കൊണ്ടുള്ള ഒരു വട ആക്കുന്ന ആ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഞാൻ കടല വെള്ളത്തിലിട്ട് പുതിർത്ത് നല്ല വൃത്തിയിൽ കഴുകി അരിപ്പയിൽ ഇത് അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചിട്ടല്ല, ഇങ്ങനെ അരച്ച പോലെ ആക്കി എടുക്കണം, നല്ലോണം അരിയാണ്ട് നമ്മളെ വട രൂപത്തിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വട ചുടുന്നത്. നല്ല സൂപ്പർ വടയായിരിക്കും. അതിന് വേണ്ടി എടുത്ത സാധനങ്ങൾ സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് ആക്കാം. ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. കരണ്ടൊക്കെ പോകുമെന്നറിയില്ല. അപ്പോൾ അതിലെടുത്ത് വേഗം നമ്മളെ പരിപാടി നോക്കണം, ഇല്ലെങ്കിൽ കരണ്ട് പറ്റിച്ചാളി. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ട് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. വേഗം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നു. അപ്പം ഇതാ ആദ്യത്തെ ഇത് ഞാൻ എടുത്തു. ഇതിൻ്റെ അകത്തേക്ക് ഇടട്ടെ. സാധാരണ നമ്മൾ കടലപ്പൊടിയെല്ലാം കൊണ്ടല്ലേ ആക്കൽ. ഇത് കടലപ്പൊടി കൊണ്ടല്ല, കടല തന്നെ എടുത്ത് അരച്ചിട്ടാക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് കുറേശ്ശെ എടുത്തിട്ട് ആക്കി വരുന്നത്. അപ്പോൾ ഇതും കൂടി ആക്കി എടുത്തിട്ട് വരട്ടെ. എല്ലാം ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ 3 പ്രാവശ്യം എടുത്ത് എല്ലാം കഴിഞ്ഞ്. ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചിട്ടില്ലേ. ആ കടലേൻ്റെ കുതിർന്ന ആ ഒരു നനവിലാണ് ഇത് ഇപ്പം ഇങ്ങനെയാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ വേറെ ഇതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം, മുളകിട്ട് കൊടുക്കണം, ഇതെല്ലാം ചെയ്ത് കൊടുക്കണം നമുക്കിനി. എന്നിട്ടാണ് നമ്മളിതാക്കുന്നത്. കടലമാവോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണെന്നില്ലേ, അതേ സ്റ്റൈലിലാണ് ഇത് ഞാൻ ആക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയിക്കാം. എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പം ഞാൻ ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. നോക്കിയിട്ട് വെള്ളത്തിലിടാം. അപ്പം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യട്ടെ. മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച്, കളർഫുള്ളാവണ്ടേ നമുക്ക്. ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം ഒരു കളറ് മാറ്റത്തിൽ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചേ ഇട്ടില്ല, അധികം എരിവൊന്നും ആക്കുന്നില്ല. അത് പിന്നെ രസം ഉണ്ടാവും. അപ്പം ഇനി ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിതിനെ ആക്കിയെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ, ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇനി എണ്ണ നമുക്ക് വെക്കണം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് കറിവേപ്പില ഇടാഞ്ഞത്. എന്നിട്ട് ഞാൻ പോയിട്ട് ചെറിയൊരു കുഞ്ഞി തൈ ഉണ്ടത്, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇച്ചിരി പൊടി കിട്ടി, ഒരു മരുന്നിന് പോലെ. അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല മണവും കൂടി കിട്ടുമല്ലോ കറിവേപ്പിലേൻ്റെ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തിട്ട്
നല്ല വൃത്തിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ. ഒരു തൈ ചെറിയ നട്ടിട്ടുണ്ട്, അതങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഒന്ന് വളപ്പിൽ അങ്ങോട്ടുണ്ടെന്ന്, അതിനാണെങ്കിൽ ഇപ്പോൾ കാണുന്നില്ല, കാട് പിടിച്ചിട്ട്. അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കട്ടെ. പാന് കാഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ പാന് കാഞ്ഞിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെറിയ ഇതായിട്ട് വെക്കണം. അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിക്കാവില്ല. അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കാക്കാം. അപ്പം ഞാൻ ഇതിനെ ഇതേ ഷേപ്പിലാണ് ആക്കുന്നത്. എന്താ ഇങ്ങനത്തെ ഷേപ്പിലാണ് ഞാൻ ആക്കുന്നത്. പരിപ്പ് വടിയെല്ലാം നമ്മൾ ചുടലില്ലേ, അതിൻ്റെ മോഡലിൽ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഇതേപോലെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങനെയെല്ലാം ആക്കി എടുക്കട്ടെ, ഇതവിടെ ആവട്ടെ. അപ്പം ഇനി ഒന്ന് തിരിച്ചിടട്ടെ ഗൈസ്. ചെറിയ തീയിലാണ് ആക്കുന്നത്, അധികം തീ ആക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് വേവാണ്ടായിപ്പോവും. അത് കാരണം അപ്പം അങ്ങനെ ആവട്ടെ. ആയിട്ട് നമുക്ക് വാങ്ങാം. ഇനി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്, വാങ്ങട്ടെ. നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് ഞാൻ വാങ്ങുന്നതാണ്. അപ്പോൾ വാങ്ങട്ടെ. ഇതാ ഗൈസ്, പ്ലേറ്റിലിടട്ടെ. കണ്ട, അടിപൊളിയല്ലേ? കഴിക്കാനും അടിപൊളി തന്നെ. അപ്പം ഇനി അടുത്ത് ഇടട്ടെ. ഓരോന്നോരോന്നായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇനി എല്ലാം ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാ വടയെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി ഞാൻ ഇതെല്ലാം വാങ്ങട്ടെ. എല്ലാം കഴിഞ്ഞു. എല്ലാവരെയും നമുക്ക് എടുത്തു വെക്കാം. കാണാതെ വയ്യൻ്റെ ഓമിക്കാണ്ടത് അടുത്തങ്ങ് വെച്ചുപോയി.
അപ്പോൾ എല്ലാം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലിട്ട് കാണാം. അപ്പോൾ ഇതാ ഗൈസ്, കടല കൊണ്ടുണ്ടാക്കിയ വട കണ്ടല്ലോ. നല്ല സൂപ്പർ വടകളാണ്. കണ്ട, അടിപൊളി, നല്ല കറുമുറു തന്നെയാണ്. നല്ല പരിപ്പ് വടേനെക്കാട്ടും സൂപ്പർ എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വട ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.